ഓം അമൃതേശ്വരി നമഃ. ധർമ്മത്തിൻ്റെ ഭാഗത്താണ് നാം നിൽക്കേണ്ടത്. തൻ്റെ സുരക്ഷിതത്വം നോക്കി അധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് പോകരുത്. തൻ്റെ പ്രതിജ്ഞയേക്കാൾ പ്രധാനമാണ് രാഷ്ട്രം എന്നറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന സന്ദേശമാണ് മഹാഭാരത കഥയിലൂടെ വ്യാസഭഗവാൻ നൽകുന്നത്. ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് ശരശയ്യയായിരിക്കും. ഇവിടെ ഭീഷ്മ പിതാമഹൻ അതിന് ഉത്തമമായ ഉദാഹരണമാണ്. അജയ്യനായ അതിശക്തനായ ഭീഷ്മ പിതാമഹന് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. വലിയ ഭക്തനാണ്. പക്ഷേ രാഷ്ട്ര നന്മയേക്കാൾ തൻ്റെ പ്രതിജ്ഞയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഭീഷ്മർ സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ ശരശയ്യ. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഭീഷ്മർ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നും പ്രതിജ്ഞ ചെയ്തു. അവസാനം യുദ്ധക്കളത്തിൽ ഭീഷ്മർ അർജുനൻ്റെ നേരെ ശരവർഷം ചെയ്തപ്പോൾ അർജുനൻ്റെ ശരീരം കീറി മുറിയുന്നത് ഭഗവാൻ കണ്ടപ്പോൾ തൻ്റെ പ്രതിജ്ഞ തെറ്റിച്ചു. ഭഗവാൻ തേരിൻ്റെ ചക്രം എടുത്തുകൊണ്ട് ചാടിയിറങ്ങി. ഭീഷ്മർ തൊഴുകൈകളോടെ നിന്നു. ഭഗവാനും ചിരിച്ചുപോയി. എൻ്റെ പ്രതിജ്ഞ തെറ്റിയാലും എൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞ തെറ്റാൻ പാടില്ല എന്ന ഭാവത്തിലായിരുന്നു ആ ചിരി. ആയുധം എടുപ്പിക്കും എന്ന് പറഞ്ഞത് സത്യമാക്കി. തൻ്റെ വാക്ക് തെറ്റിയാലും ഭക്തൻ്റെ വാക്ക് സത്യമാകണം. മരണത്തെ വരെ മറികടക്കാൻ കഴിവുള്ള സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ തനിക്ക് പറ്റിയ തെറ്റിനുള്ള ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നു. ഹസ്തിനപുരത്തിൻ്റെ സംരക്ഷണത്തിനായി വേരറ്റ് വീഴാനൊരുങ്ങുന്ന വംശവൃക്ഷം നിലനിർത്തുന്നതിനായി അംബികയെയും അംബാലികയെയും പത്നിമാരായി സ്വീകരിക്കുവാൻ സത്യവതിക്ക് ഭീഷ്മരോട് അപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ മഹാവ്രതനായ ദേവവ്രതനായ ഭീഷ്മർ തൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കുരുവംശത്തിൽ രാജാവില്ല, അനന്തര അവകാശികളുമില്ല. തൻ്റെ പുത്രിയുടെ സന്തതി പരമ്പരകൾക്കു വേണ്ടി ദാശമുഖ്യൻ വാശി പിടിച്ചു. അങ്ങനെ വാങ്ങിയ പ്രതിജ്ഞകളുടെ അനന്തരഫലമാണിത്. നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനായി ആരെയും നിർബന്ധിച്ച് ശപഥങ്ങൾ ചെയ്യിക്കരുത്. അത്തരം ശപഥങ്ങൾ പിന്നീട് ശാപമായി മാറും. അവസാനം സത്യവതി യോഗിവര്യനായ തൻ്റെ പുത്രനായ വ്യാസനോട് തന്നെ അപേക്ഷിക്കുന്നു. അംബികയ്ക്കും അംബാലികയ്ക്കും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിനായി അനുഗ്രഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ വ്യാസമുനി അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ 1 വർഷമെങ്കിലും സമയം വേണം. അവർ തപസ്സനുഷ്ഠിക്കണം. തപസ്സിലൂടെ ഉണ്ടാകുന്ന സന്തതികൾ ലോകത്തിന് അനുഗ്രഹമായി മാറും. കാമത്തിൽ നിന്നല്ല സന്തതികൾ ജനിക്കേണ്ടത്, തപസ്സിലൂടെയാണ് എന്ന് വ്യാസൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അത്രയും നാൾ കാത്തിരിക്കുവാൻ സത്യവതി തയ്യാറാകുന്നില്ല. അങ്ങനെ അതിന് പാത്രമാകാത്ത 2 പേർക്കും അവരുടെ മാനസിക അവസ്ഥയ്ക്കനുസരിച്ചുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഒരാൾ അന്ധനായി ജനിക്കുന്നു, മറ്റേയാൾ പാണ്ഡുരോഗിയായി മാറുന്നു. പാണ്ഡു അധികകാലം ജീവിച്ചിരിക്കാതെ മരിക്കുന്നു. പിന്നീട് പഞ്ചഭൂതങ്ങളുടെ മക്കൾ എന്ന് പറയാവുന്ന പാണ്ഡവന്മാർ ജനിക്കുന്നു. അതിൽ യമധർമ്മദേവൻ്റെ പുത്രനായ ധർമ്മപുത്രർ രാജാവാകുന്നു. ദുര്യോധനനും ശകുനിയും നടത്തിയ ചൂതുകളിയിൽ പാണ്ഡവർക്ക് സകലതും നഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയേണ്ടി വന്നു. പാഞ്ചാലി ശപഥം ചെയ്യുന്നു. ഇങ്ങനെ മഹാഭാരത യുദ്ധത്തിന് കളമൊരുക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അവസാനം യുദ്ധം ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ഘട്ടം വരുന്നു. മഹാഭാരത യുദ്ധം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാന് അറിയാമായിരുന്നു. കാരണം അധർമ്മം അത്രയേറെ വർദ്ധിച്ചാൽ പ്രകൃതിക്ക് അത് മാറ്റേണ്ടി വരും. ശരശയ്യയിൽ കിടന്നുകൊണ്ട് താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ സ്വയം അനുഭവിക്കാൻ തയ്യാറാകുന്നു മഹാരഥൻ. ഗീതാ ശ്ലോകത്തിൽ പറയുന്നു, ഭീഷ്മദ്രോണതട ജയദ്രഥജല
ഗാന്ധാര നീലോൽപ്പല ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുല. ഇവിടെ മഹാഭാരത യുദ്ധകഥയിലെ കഥാപാത്രങ്ങളുടെ തത്വങ്ങൾ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ധ്യാന ശ്ലോകം രചിച്ചിരിക്കുന്നത്. അതിശക്തരായ ഭീഷ്മരും ദ്രോണരും നമ്മുടെ ഉള്ളിലുണ്ട്. അവർ കൂടി അധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുമ്പോഴാണ് യുദ്ധപ്പുഴ ഒഴുകാനുള്ള കാരണങ്ങൾ ഉടലെടുക്കുക. ഉള്ളിലെ ഭീഷ്മരും ദ്രോണരും അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ യുദ്ധപ്പുഴ ഒഴുകാതെ തരമില്ല, രക്തപ്പുഴ ഒഴുകാതെ തരമില്ല. ഇത് ആന്തരിക ലോകത്തിൽ ആദ്യം സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് ധർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് ഏവരെയും കൊണ്ടുവരുവാനുള്ള ശ്രമം തുടക്കത്തിൽ തന്നെ തുടങ്ങണം എന്ന് വ്യാസഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യത്യസ്തമായ അനേകമനേകം സ്വഭാവങ്ങളുടെ ഉടമകൾ ആണ് നാം ഓരോരുത്തരും. എങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിക്കുവാനുള്ള പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അനേക ജീവിതങ്ങൾ ഈ യുദ്ധപ്പുഴയിൽ ഒഴുകി ഒടുങ്ങുന്നു. വ്യാസമുനി ഉള്ളിലുള്ള അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഭഗവാന്റെ ഉപദേശം ശ്രവിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ മഹാഭാരതമെന്ന ഇതിഹാസ കഥയിലൂടെ പഠിപ്പിക്കുന്നു. അതിന് സദ്ഗുരുവായ അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.